വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിവാഹമെന്ന് പറയുന്ന പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും വളരെ പ്രാധാന്യമുള്ള കാര്യമാണല്ലോ വിവാഹം. ആ വിവാഹത്തെക്കുറിച്ച് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, എന്തിനാ വിവാഹം കഴിക്കുന്നത്? മുഅ്മിനീങ്ങളെ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യൻ വിവാഹം കഴിക്കേണ്ടതെന്ന് വിശുദ്ധമായ ഖുർആൻ. 3 കാര്യങ്ങൾക്ക് വേണ്ടി. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. خلق لكم من أنفسكم أزواجا لتسكنوا إليها. സമാധാനം പ്രാപിക്കാൻ വേണ്ടി ഒരു പെണ്ണിലേക്ക് ചെന്ന് ചേരുന്നതോടുകൂടെ സമാധാനം ലഭിക്കാവുന്ന വിധത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരു ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇണയെ അല്ലാഹു ഒരുക്കി തന്നിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ. വിവാഹം കഴിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സമാധാനമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി, സ്വസ്ഥമായ സമൃദ്ധമായ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതിനു വേണ്ടി ആയിരിക്കണം വിവാഹം. രണ്ടാമത്തെ കാര്യം എന്താണ്? വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിലാദത്തുൽ അത്ഫാലി ദുകൂറൻ വ ഇനാസാ. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള മക്കൾക്ക് ജന്മം നൽകാനാണ്, സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടിയാണ് ഒരാളും പെണ്ണും വിവാഹം കഴിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ ഫലമ്മാ തഗശ്ശാഹാ ഹമലത ഹംലൻ ഖഫീഫ